കണ്ണൻ ഈ പറഞ്ഞത് തന്നെയാണ്. ഒരു ഭൂപ്രകൃതിക്ക് അനുസൃതമായിട്ടാണോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടത്? പക്ഷെ അതൊന്നും തന്നെ കൃത്യമായി പാലിക്കപ്പെടാതെയാണ് പലയിടത്തെയും ഈ നിർമ്മാണ പ്രവർത്തികൾ മുന്നിലേക്ക് പോകുന്നത്. ഇപ്പോൾ തന്നെ ആ കാണുന്ന വലിയ ഗർത്തം, ഇത്രയും നാൾ മണ്ണിട്ട് ഉറപ്പിച്ചു വെച്ചിരുന്ന അതെല്ലാം കുത്തനെ താഴേക്ക് പോകുകയായിരുന്നു. അത്രത്തോളം വലിയ ഗർത്തമാണ് രൂപപ്പെട്ടത്. ഇതെല്ലാം കൂടെ താഴേക്ക് മറിഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥയാണ് ആലോചിച്ചു പോകുന്നത്. നമ്മൾക്കൊക്കെ പരിചിതമായ ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഗതാഗതമൊക്കെ പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം. ഇത് എന്നിനി നന്നാക്കി കിട്ടാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും അവിടെയുള്ള ഓരോരുത്തരും ചോദിക്കുന്നത്. പ്രധാന പാതയാണ്, തിരുവനന്തപുരത്തെ ഉൾപ്പെടെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. ഇതിപ്പോൾ പലതരത്തിലുള്ള വാക്ക് തർക്കങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതെയും തന്നെ ഈ നിർമ്മാണം ഇത്രയും അപാകതയുണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വലിയ തർക്കങ്ങളുണ്ട്. നാട്ടുകാരുടെയൊക്കെ പ്രതിഷേധമുണ്ട്. ഉടനെ എങ്ങാനും ഇത് പ്രശ്നം പരിഹരിക്കാൻ പെടുന്ന പാകത്തിനാണോ? ആണെങ്കിൽ തന്നെയും ഇനിയും ഈ അപകടം ഉണ്ടാകും എന്നുള്ള ആശങ്കയല്ലേ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്? ഇതേ രീതിയിലാണ് മുന്നിലേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആശങ്ക തന്നെയാണ് മുന്നിലുള്ളത്. കാര്യം ഇനി ഇവിടെ ഈ ഇത്തരത്തിലുള്ളൊരു പാതയല്ല, മേൽപ്പാലത്തിന് ഉൾപ്പെടെയുള്ള ഒരു പാതയാണ് വേണ്ടതെന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. കാര്യം ഇത് നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ മൈലക്കാട് ചപ്പാത്ത് എന്നാണ് പറയുന്നത്. കാര്യം രണ്ട് വശങ്ങളിൽ നിന്നും നേരെ താഴേക്ക് വരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു വലിയ കുഴിയാണ്, സമീപത്ത് വയലുണ്ട്. ആ വയലിൽ നിന്നുള്ള വെള്ളം ഒഴുകി ഈ പാതയുടെ അടിയിൽ കൂടിയാണ് എതിർഭാഗത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ മേൽപ്പാലമായിരുന്നു നിർമ്മിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഈ ദേശീയപാത നിർമ്മാണം നടത്തിയ ആൾക്കാർ ഒരു പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ പരിശോധന പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയെങ്കിലും ഒരു പാത നിർമ്മിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ള ആ കമ്പനി നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്തുക. ഇന്നലെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ വാഹനങ്ങൾ പോകാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. വാഹനങ്ങൾ പോകുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഒരു തരത്തിലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ വലിയ JCB ഒക്കെ കൊണ്ടുവന്ന് ഈ ഭാഗങ്ങളൊക്കെ തന്നെ മാറ്റി നിർമ്മാണം വീണ്ടും പൂർവാവസ്ഥയിലേക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇനി വരുന്ന ആളുകളിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇന്നലെ ഇവിടുത്തെ MLA GS ജയലാൽ പറയുകയുണ്ടായി, പല സമയങ്ങളിലും ചർച്ചകളിൽ തങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല, തങ്ങളെ വിളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് പൊതുമരാമത്ത് വകുപ്പിനെയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ അറിയിക്കാൻ ചുമതലപ്പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ MLA ആയാലും മറ്റ് ജനപ്രതിനിധികളായാലും ഒക്കെ തന്നെ. അവരാരും ആ സമയത്തൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു അപകടമുണ്ടായ സമയത്ത് രാഷ്ട്രീയമായി പ്രതികരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, പുനർനിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 4-5 ദിവസം കഴിയാതെ ഈ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കില്ല. അതിൽ ബുദ്ധിമുട്ടിലാകുന്നത് യാത്രക്കാരാണ്. ഈ ചവറ KML മുന്നിലൂടെ ശാസ്താംകോട്ട വഴി കൊട്ടാരക്കരയിലേക്കാണ് ഇപ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തീരദേശപാത വഴി കടന്നു പോകണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ആ വഴിയൊക്കെ തന്നെ പോകുമ്പോൾ ചെറിയ വഴിയാണ്, ഇടുങ്ങിയ വഴിയാണ്. ആ വഴിയിലൂടെ യാത്രക്കാർക്ക് സഞ്ചരിക്കും വലിയ സമയ നഷ്ടമുണ്ടാകും. അപ്പം തന്നെ കൃത്യമായ സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ എത്താൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ പൂർണ്ണമായും ദുരിതത്തിലായിരിക്കുന്നു. മാത്രമല്ല ഈ പ്രദേശത്ത് രണ്ട് വശങ്ങളിലും മൈലക്കാട് മുതൽ കൊട്ടിയം വരെയുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ടും റോഡ് അടച്ചിരിക്കുകയാണ്. അവിടങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണുള്ളത്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പല ചെറിയ റോഡുകളിലൂടെ വേണം പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ആ റോഡുകളിലൂടെയൊക്കെ തന്നെ വഴിതിരിച്ചുവിടുന്ന, ദേശീയപാതയിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു സ്ഥിതിയാണ്. നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ 15% മാത്രമാണ് ഉറപ്പില്ലാത്ത മണ്ണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ദേശീയപാതയിലും ബൈപ്പാസിലും ഒക്കെ തന്നെ അഷ്ടമുടി കായലിലെയും അതുപോലെ തന്നെ പരവൂർ കായലിലെയും ഒക്കെ തന്നെ ഒരു ഉറപ്പുമില്ലാത്ത മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് ആ ദേശീയപാത നിർമ്മിക്കുന്നതിനെ കുറിച്ചും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും എത്രയെത്ര കാര്യങ്ങൾ മുൻപും പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തികളുടെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അതുമായി ബന്ധപ്പെട്ടുള്ള അപാകതകളൊക്കെ എത്രയോ തവണ സംസാരിച്ചതാണ് ഈ കേരളത്തിൽ. എന്നിട്ടും വീണ്ടും വീണ്ടും ഈ പ്രശ്നമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിനിതുവരെ ഒരു പരിഹാരം ഇല്ലാതെ പോകുന്നത്. എന്ത് പരിഹാരം ഉണ്ടാകാനല്ലേ ഇത്രയും പ്രവൃത്തികളൊക്കെ മുന്നിലേക്ക് വന്നിട്ട് പെട്ടെന്ന് അവിടെ ആ ഗർത്തം, അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഓരോരുത്തരും കണ്ടതാണല്ലോ. ആകാശ ദൃശ്യം ഉൾപ്പെടെ കാണിച്ചു. ഇപ്പോൾ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ അതൊക്കെ കാണുമ്പോൾ ആ അപകടത്തിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ആ പ്രദേശത്തെ ആൾക്കാരൊക്കെ ഗതാഗതമൊക്കെ അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സമയമെടുക്കും അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചു
തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. പ്രധാന പാതയാണ്, പലയിടത്തൂടെ തിരിഞ്ഞൊക്കെ പോകേണ്ടി വരും. യാത്രക്കാർക്ക് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു.